ഇനി എക്സോസ് നോട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കേൾപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. എഴുപതുകളുടെ പകുതിയാകുന്ന സമയത്ത് പോഷെ എന്ന് പറയുന്ന ബ്രാൻഡിനെ തോൽപ്പിക്കാൻ നമുക്കും ഒരു റേസ് കാർ വേണമെന്ന് BMW എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ആലോചിച്ചു. അങ്ങനെയാണ് അവരാദ്യമായി M1 എന്ന് പറയുന്ന പെർഫോമൻസ് വാഹനത്തെ അല്ലെങ്കിൽ റേസ് വാഹനത്തെ സൃഷ്ടിക്കുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് റേസിനിറങ്ങാൻ M1 സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനകത്ത് 273 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കിടിലൻ M88 എഞ്ചിൻ ഉണ്ടായിരുന്നു എന്നതാണ്. പിൽക്കാലത്ത് BMW തീരുമാനിച്ചു മനോഹരമായിട്ടുള്ള ഈ ഒരു എഞ്ചിനെ ഇങ്ങനെ വെറുതെ നിർത്താതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ബോഡിക്ക് കൊടുത്ത് നല്ലൊരു വാഹനത്തെ ക്രിയേറ്റ് ചെയ്തൂടെ എന്ന്. അങ്ങനെയാണ് അന്ന് നിലവിലുണ്ടായിരുന്ന E28 5 സീരീസിന് M1 എഞ്ചിൻ നൽകി പിന്നീട് വിശ്വവിഖ്യാതമായിട്ടുള്ള BMW M5 ജന്മം കൊണ്ടത് എന്ന് പറയാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് BMW M5 ആണ്. ഇതൊരു 2012 മോഡൽ വാഹനമാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. കാരണം ഒരുപാട് മാറ്റങ്ങൾ പെർഫോമൻസ് ലെവലിൽ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. M5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു M പെർഫോമൻസ് വാഹനമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. 5 സീരീസിൻ്റെ M പെർഫോമൻസ് വാഹനം. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ കഥയുമായിട്ട് ചേർത്ത് വായിക്കുന്ന സമയത്ത് M1 നിന്ന് 5 സീരീസ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ M-ഉം 5-ഉം ചേർത്തിട്ട് വേണമെങ്കിൽ M5 ആയി എന്ന് വേണമെങ്കിൽ ഇപ്പം നമുക്കൊരു കഥ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനത്തെ ഒന്ന് കാണിക്കാം. ശരിക്കും നിങ്ങൾക്കൊക്കെ പരിചിതമായിട്ടുള്ള മുഖമാണ്. ഇതിൻ്റെ ഏറ്റവും പുതിയ വേർഷനൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇത് പഴയ BMW ഗ്രില്ല്, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഗ്രില്ല്, ആ ഒരു ഗ്രിൽ പാറ്റേൺ ആണെന്ന് പറയാം. ഹെഡ്ലാമ്പ് യൂണിറ്റിലേക്ക് വരാം. 2 ചാമ്പറുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റാണ് BMW LED സിസ്റ്റം, അഡ്വാൻസ്ഡ് സിസ്റ്റം. അത് അതേപോലെയാണ് കൊടുത്തുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാർബൺ ഫൈബർ എലമെൻറ്റുകൾ കാണാം ആ ഒരു എയർ ഡാം യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക്. ശരിക്കും കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഫ്രണ്ടാണ്. ഒരു പെർഫോമൻസ് വാഹനത്തിന് എന്തുകൊണ്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ. ഇത് സെഡാനാണ്, സലൂൺ എന്നും വിളിക്കും. 5 സീരീസ് ആ ഒരു കാറ്റഗറിയാണെന്ന് എല്ലാവർക്കും അറിയാം. വലിയ ഹുഡ് ഭാഗമൊക്കെ കാണാം. ഗംഭീരമായിട്ടുള്ളൊരു എഞ്ചിനാണ് അകത്തുള്ളത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സലൂൺ സ്റ്റൈൽ നിലനിർത്തിയിട്ടുണ്ട്. 20 ഇഞ്ച് വീലുകൾ കാണാം. M5 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ്, വെൻറ്റിലേഷൻ ഭാഗമൊക്കെ കാണാം. നല്ല ഹീറ്റ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഒരു വെൻറ്റിലേഷൻ. സൈഡ് വ്യൂ മിറർ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു BMW ടച്ച് അല്ലല്ലോ. ഇതിനെ കുറച്ച് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു കാർബൺ ഫൈബർ എലമെൻറ്റിനകത്താണ് വന്നിട്ടുള്ളത്. പാഡിൽ ലാമ്പ് കൊടുത്തിട്ടില്ല, പ്ലെയിൻ മിററാണ്. ഡോർ ഹാൻഡിൽസ് കാണാം. അതിനകത്തൊരു ബ്ലാക്ക് ടച്ചൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫ്യൂവൽ ലിഡിൻ്റെ ഭാഗം സാധാരണഗതിയിൽ തുറക്കുന്ന ഫ്യൂവൽ ലിഡ് തന്നെയാണ്. ചിലതിനകത്ത് മാറ്റങ്ങൾ വരും. അതായത് M5-നകത്തല്ല, ചില വാഹനത്തിനകത്ത് മാറ്റങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് തുറന്നു നോക്കിയത്. ബാക്കിലേക്ക് വരാം. സാധാരണഗതിയിൽ ഒരു BMW സെഡാനിൽ എങ്ങനെയാണ് ഉണ്ടാവില്ല, സെയിം സ്റ്റൈലാണ്. സ്പ്ലിറ്റ് ആയിട്ടുള്ള ടൈൽ ലാമ്പ് യൂണിറ്റ് കാണാം. M5 ബാഡ്ജിങ് കാണാം. ഈ BMW സ്റ്റിക്കർ ഇവർ ചേഞ്ച് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മീൻസ് അതിൻ്റെ പുറത്തൊരു യാര എഡിഷൻ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. BMW ലോഗോ തന്നെയാണ്. എക്സോസ്റ്റ് ഇവർ ചേഞ്ച് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാർബൺ ഫൈബർ എക്സോസ്റ്റ് യൂണിറ്റ് ആണ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഓണറെ പരിചയപ്പെടുത്തുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കാരണം കുറച്ചധികം ചേഞ്ചുകൾ ഇവർ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ടൈൽ ഗേറ്റ് ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്യുന്ന ടൈൽ ഗേറ്റാണ്. അതിനകത്തിപ്പോൾ നമുക്കൊരു വീല് കാണാം. നെവർ മൈൻഡ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്ലോസ് ചെയ്യാൻ. അതൊരു സെഡാൻ തന്നെയാണ്. ലാമ്പ് ഈ ഒരു ഭാഗത്തോട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിലേക്ക് കറക്റ്റ് ലൈറ്റ് വരും, ആ തരത്തിലാണ്. റിവേഴ്സ് ക്യാമറ യൂണിറ്റ് കാണാം. അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് അകത്തുനിന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എപ്പോഴും BMW വാഹനങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു ചെറിയ സ്പോയിലർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഡീഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വൈപ്പർ മിസ്സിംഗ് ആണ്. ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് നോക്കുന്ന സമയത്ത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ടാൻ ആണ് അല്ലേ. ആ ഒരു ലെതറിൻ്റെ ടാൻ നോക്കിയാൽ ഒറിജിനൽ നാപ്പ ലെതർ വിത്ത് ഗ്രീൻ ടാൻ. നമ്മളങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്തതാണ്. അങ്ങനെ ശീലിക്കാതിരിക്കാനുള്ള കാരണം ഇദ്ദേഹം പ്രത്യേകം കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് അയാളോട് തന്നെ ചോദിക്കാനുണ്ട് ഓണറെ പരിചയപ്പെടുത്തുന്ന സമയത്ത്. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ഗ്രീൻ നാപ്പ ലെതർ ടച്ചുകൾ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെതർ ഏതൊക്കെ ഭാഗത്തുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രത്യേകതരം മെറ്റീരിയൽ. അതിനകത്തൊരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആണ്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഡോറിൽ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇല്ല, ബട്ട് അതിനകത്ത് ഒരു വലിയ ബോട്ടിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിനകത്ത് അത്യാവശ്യം സാധനമുണ്ട്, കാരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഓണറിൻ്റെ പ്രത്യേകത, ഓണർ ഒരു ഡോക്ടറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ്. സിലിനകത്ത് M5 ബാഡ്ജിങ് കാണാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ്. എക്സ്റ്റൻഡബിൾ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് അല്ലേ. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് കൂടി പറയാം. ഒരു M പെർഫോമൻസ് സ്റ്റിയറിംഗ് വീല്, അടിപൊളി. യാര എഡിഷൻ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഒരു കാർബൺ ഫൈബർ എലമെൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്.
ഇതുവരെ ചേഞ്ച് ചെയ്താണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഓണർ അടുത്ത് വിശദമായിട്ട് സംസാരിക്കാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലസ്റ്ററാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൗണ്ടുകൾ എവിടെയും പൂർണ്ണമല്ല. താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഡിസ്പ്ലേ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാനത് കയറി ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഒന്നുകൂടി പറയാം. ഇത് ഗ്ലാസ് ആണ്, തൊടാനൊന്നും പറ്റില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ട അതിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ഇനി അതൊന്ന് ഓൺ ചെയ്യാൻ അടിപൊളി. നൈസ്. താഴ്ഭാഗത്ത് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ഫ്യൂവൽ ഗേജ് ഇവിടെ കാണാം. ടെമ്പറേച്ചറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഫിഷ്യൻറ്റ്, കംഫർട്ട് അങ്ങനെ തുടങ്ങിയിട്ട് മോഡുകളും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല്, സസ്പെൻഷൻ, ഇതൊക്കെ ഏതൊരു പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിനകത്ത് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ട്. അതിനകത്ത് ലിം എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അത് നോക്കി കഴിഞ്ഞാൽ ക്ലസ്റ്ററിനകത്ത് ഇവിടെ ഉണ്ടാവും ലിമിറ്റ് 30 എന്ന് കാണിക്കും. അതായത് നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു റോഡിലൂടെ പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ലിമിറ്റ്, ആ റോഡിൻ്റെ ലിമിറ്റ് 50 ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം, 50 എന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ലിമിറ്റ് എത്തുമ്പോൾ മുന്നിലേക്ക് പോകില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, അത് ക്രൂസ് കൺട്രോളല്ലേ. ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ പിന്നെ മുകളിലേക്ക് നമ്മൾ എത്ര സ്പീഡ് പോകുന്നു അത്രയും സ്പീഡ് റെഡ് ലൈനായിട്ട് കാണിക്കും നമ്മുടെ വണ്ടിക്കകത്ത്, RPM-നകത്ത്. അതിന് കൊടുത്തേക്കുന്ന അങ്ങനത്തെ ഒരു ഫീച്ചറാണ്. ഞാനങ്ങനെ വായിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മീൻവൈൽ നൈസ്. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. സിംപ്ലി ക്ലവർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ഇവിടെ ഒരു ഹെഡപ്പ് ഡിസ്പ്ലേ കാണാം. അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള ഹെഡപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി വേറൊരു കാര്യം കാണിക്കാം. ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ബൂട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ കൊടുത്തേക്കുന്നത് ഇവിടെയാണ്. അതിനകത്തുള്ള ചിത്രം കൊടുത്തേക്കണം. നോക്കിയാൽ ഒരു കാർ ഇങ്ങനെ തല കുത്തര നിൽക്കുന്ന പോലെ വെറൈറ്റിയിൽ അടിപൊളി. സീറ്റിലിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഇവർ ചേഞ്ച് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പെർഫോമൻസ് കാറിൻ്റെ സ്റ്റിഫ് സീറ്റിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിനകത്ത് ഇരിക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഡാഷ്ബോർഡിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ BMW ഡാഷ്ബോർഡാണ്. അതായത് ലേറ്റസ്റ്റിലേക്ക് വന്ന സമയത്ത് ഒരുപാട് ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ടച്ച് അല്ല, പകരം ഇവിടെ റോട്ടറി സ്വിച്ചസ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്. അതിൻ്റെ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെഡപ്പ് ഡിസ്പ്ലേനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ്, ഹൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 2022 വന്ന സ്പ്ലിറ്റ് സ്ക്രീൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇൻഫോ ഡിസ്പ്ലേൻ്റെ കൺട്രോൾ, ടൈം ആൻഡ് ഡേറ്റ്, ലാംഗ്വേജ്, ക്ലൈമറ്റ്, അങ്ങനെ ഒരുപാട് സെറ്റിങ്സുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ നാവിഗേഷൻ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഡ്രൈവർ അസിസ്റ്റൻസ്, നാവിഗേഷൻ, ചെക്ക് കൺട്രോൾ, MView, അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ്, അതായത് ഹെഡപ്പ് ഡിസ്പ്ലേയിൽ എന്തൊക്കെ ഇൻഫർമേഷൻ വേണം എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് AC വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ശരിക്കും പഴയ BMW സിസ്റ്റത്തിലുള്ള CD ഇടുന്നതാണ്. ഇതിനൊരു പ്രത്യേകത ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1ൻ്റെ അവിടെ വിരൽ വെച്ച് കഴിഞ്ഞാൽ ഇൻഫോയിൽ കാണിക്കും അതിലെന്താണ് ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വിരൽ വെച്ചാൽ മതി. 2ൽ വെച്ച് കഴിഞ്ഞാൽ 3ൽ വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ഓടിച്ച് കഴിഞ്ഞാൽ ഏതിലാണ് ഇത് എന്നുള്ളത് നമുക്ക് നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത് ഏതിലാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. ആ ബട്ടൺ ഞെക്കിയാൽ അതിലേക്ക് പോകും എന്നുള്ളത്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ കാണാം. ടോഗിൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യാൻ ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും ടച്ചല്ല, ഒക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ കൊടുത്തിട്ടുള്ള. സെൻട്രൽ ടണലിലേക്ക് വരാം. ഇവിടെ നമുക്ക് ട്രാൻസ്മിഷൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. പാർക്കിംഗ് ബട്ടൺസിൻ്റെ, അതുപോലെ തന്നെ സസ്പെൻഷൻ, സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പാർക്ക് ബ്രേക്കിൻ്റെ ഭാഗം കാണാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡർ, ചാർജിങ് സോക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആക്റ്റീവായിട്ട് വരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോട്ടറി സ്വിച്ച് ഫോർ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ. ഇവിടെ നമുക്കൊരു ആഷ്ട്രേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇത് ഇങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഡ്രൈവറാണ്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈവച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവർക്ക് ബൂട്ട് ആക്സസ്, ഈ സ്റ്റോറേജ് സ്പേസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ നിൽക്കുക, അത് മാത്രം ഓപ്പൺ ആയിട്ട് വരും. എൻ്റെ കയ്യിനെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിലൊരു പ്രശ്നം അവർ തമ്മിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ലെക്സസും ഈ പരിപാടി ചെയ്യാറുണ്ട്. BMW-ലും ഈ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരാം. നമ്മുടെ ഗ്ലോ ബോക്സ്, അതിനകത്ത് അത്യാവശ്യം സാധനങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, സൺറൂഫ് ഒക്കെ തന്നെയും ഈ വാഹനത്തിനകത്ത് കാണാം. പിന്നെ ഈ സീറ്റിനകത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പെർഫോമൻസിൻ്റെ കളറും അതുപോലെ തന്നെ M5-ൻ്റെ ബാഡ്ജിങ്ങും ഒക്കെ കാണാം. ആ ഒരു കളർ സീറ്റ് ബെൽറ്റിലും കാണാം കേട്ടോ. സാധാരണ സീറ്റിലൊക്കെ ആ ഒരു കളർ ഉണ്ടാവാറുണ്ട്. ഈ സീറ്റ് മാറ്റിയതുകൊണ്ട് അത് കാണൂല എന്നുള്ളതാണ്. റിയർ സീറ്റിലേക്ക് വരാം. ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ ടാൻ കളറാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു സോഫ ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക് പെട്ടെന്ന്. ഇവിടെയും ആ ഒരു
ലെതർ എലമെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അകത്തേക്ക് കയറിയിരിക്കാം. യെസ്, ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാല് ഒക്കെ അകത്തേക്ക് വെക്കാം. തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്. ഇവിടെ നമുക്കൊരു ഇൻഫോ സിസ്റ്റത്തിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. റിയർ എൻ്റർടൈൻമെൻറ്റ്സ്, ഫയൽ പോക്കറ്റ്, AC വെൻസ് കാണാം, സ്റ്റോറേജ് സ്പേസ് കാണാം. താഴെ നമുക്ക് CD ഇടാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റീഡിങ് ലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഹെഡ് റൂം നമുക്കൊരു 5 പേരിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ബാക്കിലിരിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം ഓക്കെ ആയിട്ട് ലോങ് ഡ്രൈവിലൊക്കെ ഇരിക്കാം. തൈ സപ്പോർട്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. 7 സീരീസ് അല്ലല്ലോ, 5 സീരീസ് അല്ലേ? അങ്ങനെയുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഞാനേ ബോണറ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു എൻജിൻ സ്പെക്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല ഈ എൻജിനകത്തുള്ളത്. കാരണം അതിനകത്ത് ഒരുപാട് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു സാധാരണ എൻജിനായിട്ട് ഇതിനെ കാണാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ്. ബാഡ്ജിങ് ഒക്കെ അവിടെ കാണാം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് വിശദമായിട്ട് തന്നെ സംസാരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഇതിൻ്റെ ഓണർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ചേഞ്ചുകളാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും. ഡ്രൈവിന് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഓണർ ഒന്ന് പരിചയപ്പെടാം. സയ്യിദ് മൊയ്തു, വെൽക്കം ടു അവർ ചാനൽ. ബേസിക്കലി ഡോക്ടറാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിൻ്റെ പേര് സെറിൻ ഒയാസിസ്. ഇത് ആക്ച്വലി ശരിക്കും എന്താണ് കോൺസെപ്റ്റ്? നമ്മളിത് ഒരു സ്റ്റേക്കേഷൻ ഹോം കോൺസെപ്റ്റ് ആണ്. ഒരു വെൽനസ് സെന്ററും കൂടിയാണ് ഇത്. ഓക്കെ. നമ്മുടെ ഇവിടുത്തെ വെൽനസ് സെന്ററിന്റെ പേരാണ് സൗഖ്യസ്പർശ. അതായത് നമുക്കൊരു റെജുവിനേഷൻ പാക്കേജ്, അതിന് കൂടെ തന്നെ പോസ്റ്റ് ഡെലിവറി കെയറും ഒക്കെ ചെയ്യാവുന്ന ഒരു സ്ഥാപനം. കോട്ടക്കൽ തന്നെയാണ്, ആയുർവേദശാലയുടെ തൊട്ടടുത്ത് വരുന്നത്. ഇവിടെ ജനറലി എന്താ വെച്ചാൽ നമ്മൾ ഇൻഡിവിജ്വൽ വില്ല ആയിട്ടാണ് കൊടുക്കുന്നത്. 3 BHK ഉണ്ട്, 2 BHK ഉണ്ട്, 1 BHK. ഫാമിലി ഒക്കെ ആയിട്ട് വേണമെങ്കിൽ വന്നേക്കാം. ഫാമിലി ഒക്കെ ആയിട്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു പ്രൈവസിയിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലം. ഡോക്ടറാണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും? ഞാൻ എറണാകുളത്താണ്. ഫിസിഷ്യനാണ് ആക്ച്വലി. ഓക്കെ. കാർ എന്തൂസിയാസ്റ്റും കൂടിയാണ്. അതിനെ കുറിച്ചാണ് ഈ സംസാരിക്കാനുള്ളത്. നമ്മളെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്. സാധാരണഗതിയിൽ ഇപ്പം മോഡിഫിക്കേഷൻ ട്രെൻഡുള്ളൊരു സമയമാണ്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് M5 ശരിക്കും ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് വാഹനമാക്കി മാറ്റിയിരിക്കുകയാണ്. ശരിക്കും എന്താണ് അതിൻ്റെ പിന്നിലുള്ളൊരു സ്റ്റോറി, എന്തെങ്കിലും പറയാനുണ്ടോ? പണ്ട് തൊട്ടേ കാറിനോട് ക്രേസസ് ഉള്ളതാണ്. ഞാൻ 2011 കോളേജിൽ പഠിക്കുന്ന സമയത്ത് തൊട്ട് ഇതുവരെ നിയർലി 25 കാർസ് യൂസ് ചെയ്തിട്ടുണ്ട്. 25th കാർ ആക്ച്വലി. അടിപൊളി. ഓക്കെ. സോ എപ്പോഴും ഒരു ട്രാക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള വെഹിക്കിൾ ഞാൻ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് BMW ഞാൻ 2000 BMW ഫസ്റ്റ് ഫാദറിന്റെ കയ്യിലായിരുന്നു. 2011 തൊട്ട് 3 സീരീസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 2017 നമ്മൾ 530 ഓൺ ചെയ്തു. 530 ഒരു പെർഫോമൻസ് ഓറിയന്റഡ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് കുറച്ചും കൂടിയും V6 എഞ്ചിനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 530 കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു 2020. അതിനുശേഷം BMW കുറച്ചൊന്ന് മിസ്സായി. അതിനുശേഷം മിനി കൂപ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് കുറച്ച് നാളൊന്ന് ലാക്കായി. അപ്പൊ ഇങ്ങനെ നല്ലൊരു പെർഫോമൻസ് വെഹിക്കിൾ നോക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു V8 കുറച്ച് റയർ വെഹിക്കിൾ ഇങ്ങനെ വന്നത്. അപ്പോൾ അതെടുത്തു. ശരിക്കും ഇതിന്റെ ലെതർ നിങ്ങൾ സ്പെസിഫിക് ചെയ്യിച്ചാണല്ലേ ഇന്റീരിയർ? അതിന്റെ ഇന്റീരിയേഴ്സ് വരുന്ന ബ്ലാക്ക് കളറിലാണ്. ആക്ച്വലി എനിക്ക് ഗ്രീൻ ടച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന്റെ ലെതർ ആക്ച്വലി നമ്മുടെ ഓവിയോൺ ഗ്രൂപ്പ്സ് ഉണ്ട്, ലെതർ ബാംഗ്ലൂർ ടീമാണ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഇമ്പോർട്ടഡ് ഫ്രം ഇറ്റലിയിൽ നിന്ന് ചെയ്ത ഗോട്ടിന്റെ എക്സ്ട്രാക്ട് നാപ്പ ലെതറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗ്രേറ്റ്. ഇനി ഇതിന്റെ കുറച്ചുകൂടി എന്താ പറയുക, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു സൈഡ് ശരിക്കും എഞ്ചിൻ ആയിരിക്കും. 700 HP അപ്ഗ്രേഡ് ചെയ്തു. അതെ, ഇത് സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് F10 M5 2012 മോഡൽ. ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതന്നെ ദിസ് ഈസ് 560 BHP വിത്ത് 660 Nm ടോപ്പ്. അപ്പോൾ ഇതിൽ കൂടുതൽ അന്നത്തെ കാലത്ത് തന്നെ ഫാസ്റ്റസ്റ്റ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എപ്പോഴും കാരണം M1 എഞ്ചിൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഫസ്റ്റ് ടർബോ ചാർജ്ഡ് എഞ്ചിനാണ്. ഫസ്റ്റ് ടർബോ ചാർജ്ഡ് M5 എഞ്ചിനാണ്. ഇതിൽ ടർബോ നിങ്ങൾ ചേഞ്ച് ചെയ്തു? യെസ്, അതും പറയാണ്ട് വഴിയെ. പിന്നെ 88 Nm ടോർക്ക്. എന്നിട്ട് ഇത് ആക്ച്വലി ഈ വണ്ടി എടുക്കാൻ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഏത് പെർഫോമൻസ് വെഹിക്കിൾ എടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, വളരെ കാർ എന്തൂസിയാസ്റ്റും കൂടിയാണ്, ലാബ് 47 കൊച്ചിയുടെ ഓണറാണ്. സോ ജിതേഷ് ഈസ് ഇൻ കാലിക്കറ്റ്, ലാൽ ഈസ് ദ ഓണർ കൊച്ചി. അപ്പോൾ മൂപ്പരടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ് M5 ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇഫ് വി ആർ ഗെറ്റിംഗ്. കിട്ടാൻ പാടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നല്ലതൊരു പോയിന്റ് വന്നപ്പോൾ എടുത്തു, പർച്ചേസ് ചെയ്തു. എപ്പോഴും ഒരു ഗാരേജ് ക്യൂൻ വെഹിക്കിളാണ്. അപ്പോൾ മൂപ്പർ ഇതിന് കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇതിനെ
ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പെർഫോമൻസ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഫുള്ളി പെർഫോമൻസ് ആക്കാന്ന് പെർഫോമൻസ് ഞാൻ പറഞ്ഞു വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ട്രാക്കിൽ നമുക്ക് ലീഗലായിരിക്കണം. അപ്പോൾ ലീഗലി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഇതിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് നമുക്ക് മോസൽമാൻ്റെ ECU ട്യൂണിംഗ് ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് 3 ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ എല്ലാവരും ECU റീമാപ്പ് ചെയ്യുന്നത്, അതിന്റെ കൂടെ TCU ഓൾസോ ഡൺ, ട്രാൻസ്മിഷൻ ഇതായിട്ടുണ്ട്, സ്റ്റേജ് 2 ചെയ്തിട്ടുണ്ട്. ഓ ഗ്രേറ്റ്. അപ്പോൾ കുറച്ചും കൂടി ട്രാക്കിൽ ആ ഒരു പെർഫോമൻസ് മാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് ഫീൽ അറിയാൻ പറ്റും. മുമ്പ് വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഇത് അപ്പോൾ പ്രത്യേകിച്ച് ശരിക്കും എക്സ്പേർട്ട് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതിന്റെ നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ടർബോ മാറ്റിയിട്ടുണ്ട്, ടർബോ ചേഞ്ച് ചെയ്തു, പ്ലഗ് ചേഞ്ച് ചെയ്തു, സ്പാർക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട്, പിന്നെ തെർമോസ്റ്റാറ്റ് അതെല്ലാം ഹി ഗിവൺ മീ എ ഗുഡ് ഒരു അഡ്വൈസ്. കാരണം നമ്മൾ ഇത്രയും പെർഫോമൻസ് നമ്മൾ വെറുതെ വണ്ടിക്ക് കുറെ പെർഫോമൻസ് കൂട്ടിയിട്ട് കാര്യമില്ല, അത് വണ്ടിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യും. അപ്പോൾ അതിലും നമ്മൾ തെർമോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ വണ്ടി ഓവർ ഹീറ്റ് ആവാണ്ടിരിക്കുക. ഇതിന്റെ അതായത് യൂസ് ചെയ്യണം, പക്ഷെ ഓവർ യൂസ് ആക്കാൻ പാടില്ല, ഊറ്റാൻ പാടില്ല. അതായത് നമുക്ക് ഇപ്പൊ ഈ വെഹിക്കിൾസ് എല്ലാം ഇതെല്ലാം CBU വെഹിക്കിൾസ് ആണ്, ഡയറക്ട്ലി ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ജർമ്മനി അല്ലെങ്കിൽ UK ബേസ്ഡ് വെഹിക്കിൾസിനൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ അഡ്ജസ്റ്റഡ് ആവില്ല. അപ്പോൾ നമ്മൾ ട്രാക്കിലും ഇത്ര പെർഫോമൻസും നമ്മൾ ഇത്ര അപ്ഗ്രേഡേഷൻ ചെയ്യുമ്പോൾ അത് വണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയൊക്കെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂപ്പര് തെർമോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. M5 വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു, ഫസ്റ്റത്തെ M5 ഒക്കെ മോസ്റ്റ്ലി ഹാൻഡ് ബിൽറ്റഡ് ആയിരുന്നു തോന്നുന്നു, അങ്ങനെയൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. எனவே അപ്പോൾ ഇതാണ് M5ൻ്റെ സ്റ്റോറി. ഇനി എനിക്ക് പേഴ്സണലി 1-2 ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പം 25+ കാർസ് യൂസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് കാർ ഏതായിരുന്നു? M5 തന്നെ. ഇനിയൊരു ചോദ്യം കൂടിയുണ്ട്, അതായത് ഇനിയൊരു വണ്ടിയിലേക്ക് മാറാം, സ്വാഭാവികമായിട്ടും 25 ഒരിക്കലും ലാസ്റ്റ് നമ്പർ അല്ലല്ലോ, അത് 100 വരെ എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളും അങ്ങനെ ആഗ്രഹിക്കണം, അപ്പോഴേ ഞങ്ങൾക്കൊരു സന്തോഷം. അപ്പോൾ ഇനി എന്താണ്, ഒരു വണ്ടിയിലേക്ക് മാറുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡ്രീം വെഹിക്കിൾ അല്ലെങ്കിൽ കണ്ടുവച്ച വെഹിക്കിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഡ്രീം വെഹിക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഡ്രീം വെഹിക്കിളായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മുടെ ഗോഡ് തരുന്ന പോലെ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റട്ടെ എന്നാൽ ഒബ്വിയസ്ലി ഞങ്ങളെ പ്രാർത്ഥന, ഞങ്ങൾ കാണുന്നവരുടെയൊക്കെ പ്രാർത്ഥന തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഒരു അടുത്ത് എടുക്കുകയാണെങ്കിൽ പ്ലാൻ ഉണ്ടോ? അതെന്തായാലും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ഡിസ്കഷനിൽ വന്നിരുന്നു, പോർഷെന്നുണ്ട്. എന്തായാലും ഇത് ആരും കൊടുക്കേണ്ടതാണ് എല്ലാവരും. ഇതിൽ ഏറ്റവും ടോപ്പ് സ്പീഡ് ഓടിച്ച് എത്രയാണ്? ഇതിൽ 260. ശരിക്കും 0 to 100 ടച്ച് ചെയ്യുന്ന 4.4 സെക്കൻഡ് കൊണ്ടൊക്കെ. നോ, ആക്ച്വലി 4.3 സെക്കൻഡ്സ് ആണ് സ്റ്റോക്ക് കമ്പനി തന്നെ പറയുന്നത്. ഇതിൽ ദേ ആർ ക്ലെയിമിംഗ് 2.8 സെക്കൻഡ്. ഓ 2.8. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും ട്രാക്കിൽ മുസൽമാൻ അവര് കമ്പനി ഇതെല്ലാം അവര് ഡീറ്റെയിൽസ് അയച്ചു തരും. സോ ദേ ആർ ക്ലെയിമിംഗ് ആസ് 2.8 സെക്കൻഡ്സ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ആക്ച്വലി. ഗ്രേറ്റ്. ആൻഡ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഈ വണ്ടി ഒരിക്കലും ഗാരേജിൽ നിർത്തുന്നതല്ല. ലാസ്റ്റ് വീക്ക് പോലും കാരിയിൽ പോയി ഓടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഒരു ഇവന്റ് കോയമ്പത്തൂർ കണ്ടക്ട് ചെയ്ത സമയത്ത് ആ ഇവന്റിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇത് ചെയ്തിരുന്നത്. അതിന്റെ കൂടെ 911 ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ, പിന്നെ M2 ഉണ്ടായിരുന്നു, പോളോ GT. അപ്പോൾ എല്ലാത്തിനെയും പിടിച്ച് നിൽക്കാൻ നല്ല കേർവ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്റ്റേബിൾ ആണ്. വെഹിക്കിൾ ഭയങ്കര വെയിറ്റ് ആണ്, കുറച്ചും കൂടി സലൂൺ മറ്റേ M2 നെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലെങ്ത് കൂടുതലാണ്. ഡീപ്പ് കേർവ്സ് എടുക്കുമ്പോൾ വണ്ടി ബാലൻസ്ഡ് ആണ് ആക്ച്വലി, ഭയങ്കര ഹെവി വെയിറ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു ഡെയിലി റൈഡർ അല്ല ആക്ച്വലി, ഒരു വീക്കെൻഡ് ഡ്രൈവ്. ബട്ട് എനിക്ക് തോന്നുന്നു BMW ഒരിക്കൽ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് ആക്ച്വലി ഫോർ എ ഡെയിലി ഡ്രൈവ്. പക്ഷേ ട്യൂൺ ചെയ്തതിന് ശേഷം ഒരിക്കലും ഡെയിലി ഡ്രൈവ് ആവില്ല ഒബിയസ്ലി. അത്രയും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച്. ഞങ്ങളൊരു കോള് വിളിച്ച സമയത്ത് അങ്ങനെ നോർമലി ഷൂട്ടിനൊന്നും സംഭവിക്കാറില്ല, ഞങ്ങൾക്ക് സംഭവിച്ചു. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ കാണുന്ന ആൾക്കാരോടുള്ള വലിയൊരു സ്നേഹമാണ്, അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. താങ്ക് യു. ഇനി എക്സോസ് നോട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കേൾപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഫീൽ ദ റിതം ഓഫ് M5. ഇനി നമ്മളെ M5 ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്, അതായത് ട്യൂൺഡ് M5. നമുക്ക് ജസ്റ്റ് 0 to 100 ഒന്ന് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓടിക്കൊന്നുമല്ല, ബട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈം സ്ലാപ്പ് വെച്ച് നോക്കുന്നുണ്ട്. ഡോക്ടർ ട്രാക്കിൽ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ നോക്കല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. 105 സെക്കൻഡ്. പക്ഷേ അത് നോക്കണ്ട, ട്രാക്കിലാകുമ്പോൾ കുറച്ചും കൂടി ഇതായിരിക്കും. ശരിക്കും പിക്കപ്പ് നല്ലതാണ് അല്ലേ? അതുപോലെ നൈസ്, അത് കൊള്ളാം.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഒരു ട്രാക്ക് തന്നെ വേണം, നിങ്ങൾ പറഞ്ഞ പോലെ. ഈ വെഹിക്കിൾ നമ്മൾ റോഡിൽ ഓടിക്കാനുള്ളതല്ല, ഇത് ട്രാക്കിന് വേണ്ടി പെർഫോം ചെയ്തതാണ്. ആ ഒരു ഫീല് അതെ, നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ ഞാൻ ആക്ച്വലി 60-70 ഒക്കെ ഓടിക്കാറുള്ളൂ. ട്രാക്ക് അല്ലെങ്കിൽ നല്ലൊരു സ്ട്രെച്ച് നമ്മൾക്ക് നല്ല സേഫ് ആയിട്ട് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെച്ചിൽ മാത്രമേ നമ്മൾ ഇത് എടുക്കുള്ളൂ. നമ്മുടെ കേരളത്തിലൊന്നും നമ്മൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റില്ല. ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സേഫ് ആയിട്ട് ഓടിക്കുക, എൻജോയബിൾ ആയിട്ട് ഓടിക്കുന്ന ആളാണ്. സംഭവം എന്തായാലും കൊള്ളാം. ഇതാണ് കറക്റ്റ്, നേരത്തെ അടിപൊളിപ്പോഴാണ്. ഇതിൽ നമ്മൾക്ക് 2 മോഡുണ്ട്, M1 M2. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതൊരു സ്പോർട്സ് ആയിട്ട് ഓടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രോണിക് കൺട്രോൾ നമുക്ക് ഡിസേബിൾ ആക്കിയിട്ട് പക്ക എൻജിൻ ആക്കി മാറ്റാം. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. M2 നമുക്ക് ഏത്, അതായത് സസ്പെൻഷൻ സ്പോർട്സ് വേണോ, സ്റ്റിയറിംഗ് സ്പോർട്സ് പ്ലസ് വേണോ, അല്ലെങ്കിൽ നമുക്ക് പെർഫോമൻസ് സ്പോർട്സ് പ്ലസ് വേണം. അങ്ങനെ നമുക്ക് 3 കാറ്റഗറി M1 M2 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ ഡ്രൈവ് ക്യാരക്ടർ അനുസരിച്ച്. ഇതാണ് M5യുടെ വിശേഷങ്ങൾ. ഇനി വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചതാണ്. എത്ര കിട്ടും? കിത്തനാ ദേത്തി ഹൈ മൈലേജ്? ഒന്നും ചോദിക്കാൻ പാടില്ല, ശരിക്കും ചോദിക്കാൻ പാടില്ല എന്നാണ്. ഞാൻ ഇപ്പോൾ അടുത്തൊരു കമന്റ് ഇങ്ങനെ കണ്ടായിരുന്നു, ഇതൊക്കെ എടുക്കുന്ന ആൾക്കാർ മൈലേജ് നോക്കുമോ എന്നുള്ളത്. പക്ഷെ ഇത് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും നോക്കിയിട്ടില്ല. ആക്ച്വലി ഒരു ക്യൂരിയോസിറ്റിന്റെ പേരിൽ ഞാൻ ഒരു പ്രാവശ്യം അതെ നല്ല കത്തിച്ച് ഓടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് 2.5 മാക്സിമം എനിക്ക് കിട്ടിയ മൈലേജ് 5.5. ട്യൂൺ ചെയ്തതിന് ശേഷം അതിന് മുന്നാണ് ട്യൂൺ ചെയ്തതിന്. അപ്പോൾ എന്തായാലും ഇതാണ് ഓൾ അബൌട്ട് M5. ഭയങ്കര റയറസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അങ്ങനെ അധികം ഇല്ല, കുറേ ആളുകളുടെ ഗ്യാരേജിലൊന്നുമില്ല. ഇനി ഒന്ന് ദുൽഖർ സൽമാൻ ഒരിക്കലും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എഞ്ചിൻ ഇല്ല, അത് സ്റ്റോക്ക് കണ്ടീഷൻ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ചില അപ്ഗ്രേഡേഷൻസ് ഒക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇപ്പം പുള്ളിയുടെ ഗ്യാരേജിൽ ഉണ്ടോ, അത് സെൽ ചെയ്തോ എന്നുള്ള അറിയില്ല. എനിക്കറിയാൻ സാധിച്ച് ഇറ്റ്സ് സോൾഡ് ഔട്ട് രീതിയിൽ. സോ അങ്ങനൊരു അത് വലിയൊരു പ്ലസ് ആണോന്ന് വെച്ചാൽ അല്ല, പക്ഷേ വണ്ടിപ്രാന്തന്മാർക്ക് ദുൽഖർ സൽമാൻ ഒരു വികാരമാണല്ലോ. ദുൽഖർ സൽമാനും അദ്ദേഹത്തിന്റെ മമ്മൂട്ടിയും അല്ലേ ഒരു വലിയ കളക്ടറാണ്. ഇത്രയും നല്ല കളക്ഷൻ, ഭയങ്കര കളക്ഷൻസ് എപ്പോഴും. അപ്പൊ അതൊരു ആഡ് ഓൺ ആണ്. കുറെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ദുൽഖർ ഉണ്ട് ചോദിച്ചിട്ട് എന്താ വൈദുഖാന്റെ കയ്യിലില്ലേ, വൈദ് ഡോക്ടർ കയ്യിലില്ലേ എന്നൊരു ചോദ്യം വരും. അപ്പോൾ അത് കളക്ഷൻ എന്നുള്ള ലെവലിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് M5 എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഡോക്ടറുടെ ആ സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമും ഡോക്ടറുടെ ഇൻസ്റ്റാഗ്രാമും ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.